ഇന്ന് നിലവിലുള്ള ഏത് ദൈവവിശ്വാസവും അത് ശാസ്ത്രീയമായിട്ടോ ഭൗതികപരമായിട്ടോ ഒന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, തെളിയിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ആര് പറയുന്ന ദൈവവിശ്വാസവും ഏത് ദൈവസങ്കല്പവും അത് വിശ്വാസം മാത്രമാണ്. അത് തെളിയിക്കാനൊന്നും പറ്റില്ല. ഏതെങ്കിലും ഒരു ദൈവവിശ്വാസത്തിൽ അല്ലെങ്കിൽ ദൈവസങ്കല്പവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഏത് വിശ്വാസിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം അനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. കിട്ടാത്തതല്ലേ കൂടുതലുള്ളത്. അപ്പോൾ ഏത് ദൈവവിശ്വാസത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാ വിശ്വാസികൾക്കും അവരവരുടെ ദൈവവിശ്വാസം പ്രിയപ്പെട്ടതാണ്. കാരണം അവർ ജനിച്ചു വളർന്നത് അതിലാണ്. അവരുടെ ജീവവായുവായി അവർ കൊണ്ടു നടക്കുന്നത് ആ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം പിഴച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിശ്വാസം സ്വീകരിക്കാൻ നിർബന്ധ ബുദ്ധിയാൽ ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണോ? സ്വാഭാവികമായിട്ടും അവർ പ്രതികരിക്കും. ഇത് തന്നെയല്ലേ അന്നുണ്ടായത്? അങ്ങനെ പ്രതികരിച്ചതിന്റെ പേരിൽ, അങ്ങനെ നിസ്സഹകരണം കാണിച്ചതിന്റെ പേരിൽ, അങ്ങനെ കപ്പം കൊടുക്കാതിരുന്നതിന്റെ പേരിൽ, അങ്ങനെ കീഴ്പ്പെട്ട് കൊടുക്കാതിരുന്നതിന്റെ പേരിൽ, അങ്ങനെ ആ മതം സ്വീകരിക്കാതിരുന്നതിന്റെ പേരിൽ ആ ഗോത്രങ്ങളെ കീഴടക്കി നേരം വെളുക്കുന്നതിന് മുമ്പ് പാതിരാക്ക് ഗോത്രത്തിലേക്ക് കടന്ന്, ഒരു നാട്ടിലേക്ക് കടന്ന് പ്രവാചകനും സ്വഹാബത്തും അവരുടെ കോട്ടകൾക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ എത്ര ഭീകരമായിരിക്കും. ഖൈബർ യുദ്ധത്തിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. അവിടെ പാതിരാ സമയത്താണ് പ്രവാചകനും സ്വഹാബത്തും ചെല്ലുന്നത്. നേരം വെളുത്ത് സൂര്യോദയത്തിനു ശേഷം കോട്ടക്കകത്ത് നിന്ന് അവിടുത്തെ ആ പറയുന്ന ഗോത്രത്തിലുള്ള ആളുകൾ ജോലി ആവശ്യാർത്ഥം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച പ്രവാചകനും സ്വഹാബത്തും അവിടെ കീഴ്പ്പെടുത്താനായിട്ട് വന്നു നിൽക്കുന്ന രംഗമാണ്. ഇത്തരത്തിൽ സമാധാനത്തിന്റെ ഒരു സന്ദേശം പ്രചരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിലെന്ത് ശാന്തിയും, ഇതിലെന്ത് കാരുണ്യം, ഇതിലെന്ത് സഹാനുഭൂതിയും സഹവർത്തിത്വവും ഇതര മതങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഇതിലെവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്.